PM ശ്രീയിൽ അറബിക്കടൽ വിടാതെ മന്ത്രി KM ഷാജി. അറബിക്കടലിനപ്പുറം ഒരു അഴുക്കുചാലുണ്ടെങ്കിൽ PM ശ്രീ അതിലേക്ക് വലിച്ചെറിയണമെന്ന് KM ഷാജി പറഞ്ഞു. ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്ത് നിൽക്കുമ്പോൾ നമുക്ക് മാത്രമായി ഒരു കാര്യം ചെയ്യാനാവില്ല. മാധ്യമ വിമർശനം ഭയന്ന അഭിപ്രായങ്ങൾ മാറ്റുന്നത് രാഷ്ട്രീയമല്ലെന്നും മന്ത്രി KM ഷാജി പറഞ്ഞു. ഞാൻ പറഞ്ഞ രാഷ്ട്രീയത്തിൽ ഞാൻ ഇപ്പോഴും വിചാരിക്കണം എന്താ കാര്യങ്ങൾ അധികാരം വന്നതുകൊണ്ട് അത് അറബിക്കടലിലല്ല, അതിനപ്പുറത്ത് വേറെ ഒരു അഴുക്കുചാലുണ്ടെങ്കിൽ വലിച്ചെറിയേണ്ടതാണ്. എനിക്കൊരഭിപ്രായ വ്യത്യാസമില്ല, ഞാനത് മാറ്റാനും പോകുന്ന ആളല്ല. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഒരു ഉത്തരവാദിത്തത്തെ ഏറ്റെടുത്ത് നിൽക്കുമ്പോൾ നമ്മൾക്ക് മാത്രമായി ഒരു കാര്യം ചെയ്യാനാവില്ല. നിഖിൽ അളവൂരാണ് വിവരങ്ങളുമായി ചേരുന്നത്. നിഖിൽ, ഇതിപ്പോൾ മൂന്നാമത്തെ നിലപാട് മാറ്റമാണ് ഞാൻ എൻ്റെ ഓർമ്മയിൽ. കാരണം ആദ്യം അറബിക്കടലിലേക്ക് ചവിട്ടുകെട്ടയിൽ വലിച്ചെറിയണമെന്ന് പറയുന്നു. അതിനുശേഷം വന്നിട്ട് PM ശ്രീയുമായി ഈ സർക്കാർ മുന്നോട്ട് പോകുന്നു എന്ന വേളയിൽ മാധ്യമപ്രവർത്തകർ പ്രതികരണം ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതൊക്കെ പ്രസംഗത്തിലെ ടെക്നിക്കലായ ഒരു വേടല്ലേ, അതിനെ ഈ തരത്തിൽ പൊതുമധ്യത്തിൽ ഇങ്ങനെ ഉയർത്തേണ്ട കാര്യമാണോ, തെരുവിൽ ഉയർത്തേണ്ട രാഷ്ട്രീയമായിട്ടല്ലേ അതിനെ കാണേണ്ടത് എന്നായിരുന്നു പറഞ്ഞിരുന്നത്. ഇപ്പോൾ വീണ്ടും സർക്കാർ ഇതിൽ നിന്ന് പിൻവലിയുന്നു എന്നൊരു ഘട്ടത്തിൽ വീണ്ടും അദ്ദേഹം നേരത്തെയുള്ള നിലപാട് ആവർത്തിക്കുകയാണ്. ഇതിപ്പോൾ മൂന്നാമത്തെ ചുവടുമാറ്റമാണ് അദ്ദേഹത്തിന്. അപ്പോൾ അദ്ദേഹം പറയുന്നതിനെ ഇനി ഏത് തരത്തിലാണ് കാണേണ്ടത്? ശ്യാമിലിക്കും കേൾക്കുന്ന നമുക്കുമൊക്കെ ഇത് അഭിപ്രായ വ്യത്യാസമെന്ന് തോന്നുന്നെങ്കിലും KM ഷാജി പറയുന്നത് ഇതാണ് നിലപാട്, ഇങ്ങനെ നിലപാടിൽ ഉറച്ചു നിൽക്കണം എന്നതാണ് KM ഷാജി ആ പ്രസംഗത്തിലുടനീളം പറയാൻ ശ്രമിക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് KM ഷാജിയുടെ പുതിയ നിലപാട് അറബിക്കടൽ എന്നല്ല, അതിനപ്പുറത്തേക്കൊരു അഴുക്കുചാലുണ്ടെങ്കിൽ അതിലേക്ക് വലിച്ചെറിയണം PM ശ്രീ എന്നുള്ളതാണ്. നമ്മൾ കേട്ടതാണ് PM ശ്രീ വിഷയത്തിൽ നേരത്തെ, അതായത് തെരഞ്ഞെടുപ്പിന് മുമ്പും ശേഷവുമൊക്കെ ശ്യാമിലി പറഞ്ഞതുപോലെ എന്താണ് KM ഷാജി പറഞ്ഞത് എന്നുള്ളത്. UDF അധികാരത്തിൽ വന്നാൽ PM ശ്രീ അറബിക്കടലിലേക്ക് വലിച്ചെറിയുമെന്നാണ് പറഞ്ഞത്. പക്ഷേ PM ശ്രീയുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്ന ഒരു ഘട്ടം വന്നു. അവിടെ മാധ്യമങ്ങൾ സ്വാഭാവികമായും KM ഷാജിയുടെ ആ പരാമർശം ചർച്ചയാക്കി. വീണ്ടും അതിൽ അദ്ദേഹത്തോട് ചോദ്യങ്ങൾ വന്നു. ആ സമയത്ത് ഇതൊക്കെ ഒരു പ്രസംഗത്തിൽ ഉപയോഗിക്കുന്ന ഈ പറഞ്ഞതുപോലെ ഒരു പ്രയോഗമല്ലേ എന്ന രീതിയിലേക്ക് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു. പക്ഷേ ഇന്നലെ യൂത്ത് ലീഗ് കണ്ണൂരിൽ സംഘടിപ്പിച്ച ഫ്രീഡം ടോക്ക് എന്ന പരിപാടിയിൽ സംസാരിക്കവെയാണ് KM ഷാജി ഇപ്പോൾ ഇത്തരത്തിലൊരു നിലപാട് പറയുന്നത്. തൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ഇപ്പോഴും PM ശ്രീ അറബിക്കടലിലല്ല, അതിനപ്പുറം ഏതെങ്കിലും ചവറ്റുകൊട്ടയുണ്ടെങ്കിൽ അവിടേക്ക് വലിച്ചെറിയണം എന്നുള്ളതാണ്. പക്ഷേ അതിൻ്റെ കൂടെ അടുത്ത വാചകം KM ഷാജി പറയുന്നതും ഒരുപക്ഷെ രസകരം തന്നെയാണ്. ഈ വ്യക്തിപരമായി ഇപ്പോഴും PM ശ്രീയുടെ കാര്യത്തിൽ എൻ്റെ ഒരു അഭിപ്രായം അതാണ്, അന്ന് പറഞ്ഞ അഭിപ്രായത്തിൽ മാറ്റമില്ല എന്നൊക്കെ പറയുമ്പോഴും ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്ത് നിൽക്കുമ്പോൾ നമുക്ക് മാത്രമായി ഒരു കാര്യം ചെയ്യാനാവില്ലല്ലോ എന്നാണ് KM ഷാജി പറയുന്നത്. അത് നിസ്സഹായാവസ്ഥയാണോ പങ്കുവയ്ക്കുന്നത് എന്ന കാര്യം നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും KM ഷാജി അതിനോട് ചേർത്ത് പിന്നീട് പറയുന്ന, ഇപ്പോൾ എടുത്തിരിക്കുന്ന ഈ നിലപാടിന് പറയുന്ന ന്യായീകരണം, അധികാരം വരുമ്പോൾ അഭിപ്രായം സൗമ്യമാക്കേണ്ടതില്ല, മാധ്യമ മുറിവുകളിൽ നിന്ന് വിമർശനം വരുമെന്ന് കരുതി നേരത്തെ പറഞ്ഞ അഭിപ്രായം മാറ്റി പറയേണ്ടതില്ല എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ശ്യാമിലി ചോദിച്ചതുപോലെ ഒരേ വിഷയം സ്വയം തന്നെ അത് പറഞ്ഞു പഠിപ്പിക്കുകയായിരിക്കും KM ഷാജി. അധികാരം വരുമ്പോൾ അഭിപ്രായം മാറ്റേണ്ടതില്ല, അധികാരം വരുമ്പോൾ അഭിപ്രായം മാറ്റേണ്ടതില്ല എന്നുള്ളത്. എന്തായാലും ഈ ഗണികൾക്ക് അല്പം ഒരു ആശ്വാസമായിട്ടുണ്ടാവും. അവരുടെ നിലപാടിന്റെ രാജകുമാരൻ KM ഷാജി ഈസ് ബാക്ക് എന്ന് അവർക്ക് തോന്നുന്നുണ്ടാവും ഈ ഘട്ടത്തിൽ എന്നാണ് എനിക്ക് തോന്നുന്നത്.